ജാതകം രചന ഐൻ അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. തന്റെ നെറ്റി ശക്തിയായി അമർത്തിയൊഴിഞ്ഞോണ്ട് വിനീത അസ്വസ്ഥയോടെ പറഞ്ഞു. എന്ത് പറയണമെന്നറിയാ സിദ്ധാർത്ഥ നിന്നു. നീ എങ്ങനെ എന്നെ കണ്ട സിദ്ധു? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെപ്പോഴാണ് തിരിച്ചു പോയത്? എവിടെ വെച്ചിട്ട് എനിക്കിങ്ങനെ പറ്റിയത്? വിനീത്, ഞാൻ പറയുന്നത് നീ സമാധാനമായിട്ട് കേൾക്ക്. ഇന്ന് എൻ്റെ കൂടെ നിങ്ങൾ വീട്ടിലേക്ക് വന്നില്ലേ? എന്നിട്ട് നീ ബാക്കിയുള്ള പോലീസുകാരെ പറഞ്ഞയച്ചു. എന്നോട് പറഞ്ഞു വൈദ്യയുടെ അടുത്തേക്ക് പോവുകയാണെന്ന്. തിരക്കിനിടയിൽ ഞാൻ അവിടെ നിന്ന് പോന്നു. നീ പോയില്ലേ എന്ന് ശ്രദ്ധിച്ചില്ല. ബാക്കിയുള്ള പോലീസുകാർ പോയത് കണ്ടപ്പോ ആ കൂടുതൽ നീ കൂടെ പോയെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ നിന്റെ ജീപ്പ് അവിടെ കിടക്കുന്നു. വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ ജീപ്പിനുൾ കിടന്ന് റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിന്നെ ഞാനും മേയും കൂടെ അവിടേക്ക് അന്വേഷിച്ചറിഞ്ഞു. അപ്പോഴാണ് വൈദ്യയുടെ വീടിന്റെ പിൻവശത്ത് ഇളഞ്ഞി മരത്തിന്റെ ചോട്ടിൽ നീ കിടക്കുന്നുണ്ട്. അപ്പൊ തന്നെ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അന്നേരം ഞങ്ങൾ വിചാരിച്ചത് നീ കല്ലിലോ മറ്റോ തലയിടിച്ച് വീണെന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ നീ എന്തൊക്കെയാ സിദ്ധി പറയുന്നത്? ഞാനിതിനാ വൈദ്യയുടെ വീടിനടുത്തേക്ക് പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ വന്നവരെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നും അറിയില്ല. എന്താ പറ്റിയെന്ന് തലയിൽ കെട്ടിട്ട് എനിക്കറിയാം. പക്ഷെ എന്താണ് പറ്റിയെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. തന്റെ തല വെട്ടിപ്പൊളിയുന്ന പോലത്തെ വേദന വിനീതിന് തോന്നി. വേദനയോടെ അവൻ കണ്ണുകൾ അടച്ചപ്പോൾ സിദ്ധാർത്ഥ അവന്റെ തലയിൽ പതിയെ തലോടി. പുറത്തേക്ക് ഇറങ്ങാൻ സമയമായെന്ന് ഓർപ്പിച്ചുകൊണ്ട് നേഴ്സ് വന്ന് സിദ്ധാർത്ഥിനെ എത്തി നോക്കി. നീ ഇപ്പൊ ഒന്നും ഓർക്കണ്ട, നിനക്കൊന്നുമില്ല. ഈ അവസ്ഥ ഒന്ന് മാറുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കും. ആവണിക്ക് പുറത്തുണ്ട്, ഒന്ന് ആലോചിക്കാതെ കിടന്നോ. വിനീത ആലോചനയോടെ മൂളി. സിധു, അവരോടൊക്കെ ഞാൻ തലയുറ്റി വീണതെന്ന് തന്നെ പറഞ്ഞാൽ മതി. ഡോക്ടർക്ക് മിസ്റ്റേക്ക് പറ്റിയാണെന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. ഡോക്ടറോട് ഞാൻ സംസാരിച്ചോളാം. ശരി വിനീത്, അവരോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോളാം. വിനീതിനും തിരിഞ്ഞോക്കി സിദ്ധാർത്ഥ് പുറത്തേക്ക് കടന്നു. ആകെ മൊത്തൊരു പുകമയം പോലെ. വൈദ്യയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് വിനീത് തന്നോട് വ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ അത് എന്തുകൊണ്ടാണ് വിനീതിനെ ഓർത്തെടുക്കാൻ സാധിക്കാത്തത്? അതുമാത്രമല്ല, വിനീതിന്റെ ഓർമ്മയ്ക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വീണ് കിടന്ന് എന്തുകൊണ്ടാണെന്ന് വിനീതിന് മനസ്സിലാക്കാൻ പറ്റാത്തതിന് എന്തായിരിക്കും കാരണം? അടിച്ചതാരാണെന്ന് മനസ്സിലായില്ലെങ്കിലും എങ്ങനെ അവിടെ വരെ എത്തിയെന്നെങ്കിലും വിനീത് പറയേണ്ടതാണല്ലോ. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം അവസാനം എത്തിയുന്ന വൈദേഹിയിലേക്കാണ്. കുറച്ചു നാളായി അവളൊരു മിസ്റ്റീരിയസ് പേഴ്സണായി തോന്നി തുടങ്ങിയിട്ട്. ആദ്യം തന്നെ വേണ്ടെന്ന് പറയുക, എന്നിട്ട് മേഘയെ കല്യാണം കഴിച്ചപ്പോൾ അവളെ ഉപദ്രവിക്കാൻ വരിക, പിന്നെ തന്നെ വേണമെന്ന് പറയുക, ഗർഭിണിയാകുമെന്ന് കരുതി മേഘയെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കാൻ നോക്കുക, അമ്മയ്ക്ക് പറ്റിയ അപകടം, ഇപ്പോൾ വിനീതിന് പറ്റിയ അപകടം, എല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ സിദ്ധുവേട്ടാ, വിനീതേട്ടനെ കണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? സിദ്ധാർത്ഥ് ഇറങ്ങിയ ഉടനെ തന്നെ ആവണി അവന്റെ അരികിലേക്ക് ഓടി വന്നു. വിനീതിനിപ്പോ പ്രശ്നമൊന്നുമില്ല, ഇന്ന് റൂമിലേക്ക് മാറ്റും. 2 ദിവസം കൂടി അവിടെ കിടക്കേണ്ടി വരും. ആരോ ഉപദ്രവിച്ചെന്നെങ്കിലും വിനീതേട്ടൻ പറഞ്ഞോ? ആവണി വിറയലോട് ചോദിച്ചു. ആരും ഉപദ്രവിച്ചോന്നല്ല അത്രേ, വെറുതെ പറമ്പിലൂടെ നടന്നു പോകുമ്പോൾ തലയുറ്റി വീണതാണെന്ന്, ഡോക്ടർക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണെന്ന്. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ ആവണി വിശ്വസിച്ചുവെങ്കിലും മേഘയ്ക്ക് എന്തുകൊണ്ട് അത് വിശ്വസിക്കാൻ തോന്നിയില്ല. ഒരു പോലീസ് ഓഫീസർ ആയത് കാരണം വിനീതിനെ തുറന്നു പറയാൻ മടിയായതുകൊണ്ടായിരിക്കാം വിനീത് അങ്ങനെ പറഞ്ഞെന്ന് അവൾ വിചാരിച്ചു. സിദ്ധാർത്ഥ് ഈ സമയമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് വൈദ്യയെ കുറിച്ചായിരുന്നു. തക്കം കിട്ടുമ്പോൾ അവളെ കാര്യമായി ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു. തന്റെ അമ്മയ്ക്ക് പറ്റിയ അപകടത്തിന്റെയും ഇപ്പോൾ വിനീതിന് പറ്റിയ അപകടത്തിന്റെയും പിന്നെയുള്ള രഹസ്യമൊക്കെ അവൾക്ക് അറിയാമെന്ന് അവന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരത്തോടെ വിനീതിനെ റൂമിലേക്ക് മാറ്റി. താൻ വിനീതിനെ നോക്കിക്കൊള്ളാമെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞെങ്കിലും ആവണി സമ്മതിച്ചില്ല. വിനീതിന് സുഖമാകുന്നവരെ ലീവ് എടുത്തോളാമെന്ന് ആവണി പറഞ്ഞു. ആവണിയുടെ സാമീപ്യം ചെറുതായെങ്കിലും ആഗ്രഹിച്ചിരുന്ന വിനീതാണെങ്കിൽ മറുത്തു പറഞ്ഞുമില്ല. ജിബിൻ കാണാൻ വന്നപ്പോഴും വിനീത് താൻ തലചുറ്റി വീണെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തന്റെ അപകടത്തിന് പിന്നിലുണ്ടെന്ന് വിനീതിന് സ്വയം തോന്നിയെങ്കിലും ഒന്നും ഓർമ്മയില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് ശരിയാവില്ലെന്ന് അവന് തന്നെ തോന്നി. വരട്ടെ, എപ്പോഴെങ്കിലും അത് മനസ്സിലാവും, അതുവരെ കാത്തിരിക്കാം എന്നവൻ കരുതി. 4-5 ദിവസങ്ങൾ കൂടി അങ്ങനെ കഴിഞ്ഞുപോയി. വിനീതിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വിനീത് ഡിസ്ചാർജ് ആയപ്പോൾ സുഖമാകുന്നവരെ കൂടെ നിൽക്കാൻ അവൻ ആവശ്യപ്പെടാതെ തന്നെ ആവണി അവൻ്റെ ഒപ്പം കോട്ടേഴ്സിലേക്ക് പോയി. വിനീത് ഡിസ്ചാർജ് ആയതിന്റെ പിറ്റേ ദിവസം രേണുകയെ ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. നേരത്തെ തന്നെ പരമേശ്വരനും സിദ്ധാർത്ഥൊക്കെ രേണുകയെ ICUവിൽ കയറി കണ്ടിരുന്നു. അതിനാൽ അവസ്ഥയും അറിയാം. ജീവനുണ്ട്, കണ്ടാൽ ആളുകളെ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. കൈകാലുകൾക്കൊന്നും ചലനമില്ല, മൊത്തത്തിൽ തളർന്നു കിടപ്പാണ്. ഒന്ന് തിരിയാനോ മറിയാനോ പോലും മറ്റൊരാളുടെ സഹായം വേണം. മുറിയിലെ ബെഡിൽ ഒരു ജീവശവം പോലെ കിടക്കുന്ന രേണുകയെ കണ്ടപ്പോൾ മേഘ കരച്ചിലടക്കി നിന്നു. സിദ്ധാർത്ഥും പരമേശ്വരനും രേണുകയെ മര്യാദക്ക് ബെഡിലേക്ക് എടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. നല്ല ബലമുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള രോഗികളെ പരിചരിച്ച് പരിചയമില്ലാത്തതിനാൽ രണ്ടുപേരും നന്നായി കുഴങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് രേണുകയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകിയിറങ്ങുന്ന കണ്ടപ്പോൾ മേഘ ചെന്ന് തുടച്ചു കൊടുത്തു. അവളെ തന്നെ നേരെ കണ്ടപ്പോൾ എന്തൊക്കെയോ പറയാൻ രേണുകയുടെ ഉള്ള ആർത്തി വിളിച്ചു. വൈദേഹിയുടെ വാക്കുകളോർത്ത് രേണുക ഭയപ്പെട്ടു. അതിന്റെ ഫലമായി കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. എല്ലാം മേഘയോട് പറയണമെന്നുണ്ട്, പക്ഷേ ചുണ്ടുകൾ പോയിട്ട് നാക്ക് പോലൊന്നും ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. സങ്കടം കരഞ്ഞു തീർക്കിയല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു രേണുകക്ക്. അമ്മേ, കരയണ്ട, എല്ലാം സുഖാവും. ഗദ്ഗതത്തോടെ അവൾ രേണുകയോട് പറഞ്ഞൊപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ സിദ്ധാർത്ഥ് ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. മുറിവുകളൊക്കെ കരിഞ്ഞു വരുന്നേ ഉള്ളൂ, ഒരാഴ്ച കൂടി ഇവിടെ കിടക്കേണ്ടി വരും.
ഡോക്ടർ, അപ്പം ഇനി അമ്മയ്ക്ക് എഴുന്നേൽക്കാനും സംസാരിക്കാനൊന്നും സാധിക്കില്ലേ? രേണുകയുടെ ശരീരത്തിലുള്ള മുറികളൊക്കെ ഒരുവിധം ഭേദമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ തളർന്നെടുക്കാൻ മാത്രമുള്ള പരിക്കുകളൊന്നുമില്ല. ശരീരം ഇങ്ങനെ തളർന്നു പോയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ആലോചനയോടെ ഇരുന്നു. ഡോക്ടർ, മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയാ? ഇല്ല സിദ്ധാർത്ഥ്, ഇതിലും ബെറ്റർ ട്രീറ്റ്മെന്റ് എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടതിന്റെ മാനസികാഘാതത്തിന്റെ ഫലമായിട്ടായിരിക്കും ഈ ശരീരം തളർന്നുള്ള കിടപ്പ്. ചിലപ്പോൾ സംസാരിക്കാൻ എഴുന്നേറ്റ് നടക്കാനൊക്കെ ഒരുപാട് കാലം സമയമെടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് ശരിയായേക്കാം. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ശരി ഡോക്ടർ. എന്നാലും എൻ്റെ അമ്മ എനിക്ക് ജീവനോട് തിരിച്ചിട്ടില്ലോ. അതിൻ്റെ അപ്പുറമൊന്നും ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല. സിദ്ധാർത്ഥ് തന്നെ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോൾ ഡോക്ടർ അവൻ്റെ തോളിൽ പതിയെ തട്ടി. ഈ നാടുകളിലൊക്കെയും ആ മകന്റെ സങ്കടം ഡോക്ടർ നേരിട്ട് കണ്ടതാണ്. പോലീസ് കേസൊക്കെ എന്തായി? അതൊക്കെ നിന്റെ വഴിയെ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊരു പ്രതീക്ഷയില്ലാത്ത പോലെ സിദ്ധാർത്ഥ് പറഞ്ഞു. ഒരാഴ്ച കൂടെ രേണുക ആ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതിനാൽ രേണുകയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വീട്ടിലെത്തി ആലോചിച്ച് ഏതെങ്കിലും അലോപ്പതി വൈദ്യം പരീക്ഷിക്കാമെന്ന് പരമേശ്വരനും സിദ്ധാർത്ഥും കൂടെ തീരുമാനിച്ചു. ആവണി, ആവണി! 2-3 തവണ വിളിച്ചിട്ട് ആവണി വിളി കേൾക്കാതെയായപ്പോൾ വിനീത് പതിയെ തലവൊക്കി നോക്കി. മുറിയുടെ വാതിൽക്കൽ തന്നെ കയ്യും കെട്ടി നിൽപ്പുണ്ടവൾ. അവളുടെ നോട്ടം കണ്ടപ്പോൾ വിനീതിന് ചെറിയൊരു ജാളിയത തോന്നി. എന്ത് വിനീതേട്ടാ? അവൾ അവിടെ ഇന്നുകൊണ്ട് തന്നെ ചോദിച്ചു. അത് പിന്നെ ആവണിയുടെ ആ നിൽപ്പും ചോദ്യമൊക്കെ കേട്ടപ്പോൾ അവളെ വിളിച്ച് എന്തിനാണെന്നുള്ള കാര്യം പോലും അവൻ മറന്നുപോയിരുന്നു. എന്ത്, ആ മുന്നിലിരിക്കുന്ന ലാപ്ടോപ്പ് എടുത്തേനാണോ? ആ, അത് തന്നെ, ഞാനത് മറന്നുപോയി. ആ, എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ച്. അവൻ നോക്കി അമർത്തി മൂളിക്കൊണ്ട് ആവണി വിനീത് കിടക്കുന്ന ബെഡിൻ്റെ അറ്റത്തായിരിക്കുന്ന ലാപ്ടോപ്പ് എടുത്ത് അവൻ്റെ അടുത്തേക്ക് വെച്ചു കൊടുത്തു. ഇനി എന്തെങ്കിലും? ഇനിയൊന്നുമില്ല. ഉറപ്പല്ലേ? ഞാനങ്ങ് പോയാൽ വീണ്ടും എന്തെങ്കിലും പറഞ്ഞ് വിളിക്കുമോ? ഇല്ല. പിന്നെ വിനീതേട്ട, 2 ദിവസമായിട്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. വിനീതേട്ടൻ്റെ തലക്ക് മാത്രമല്ലേ കുഴപ്പമുള്ളൂ? കൈക്കും കാലിനൊരു പ്രശ്നമില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ തലയുടെ സ്റ്റിച്ച് എടുക്കുകയും ചെയ്തു. ഇപ്പം തലയിൽ ചെറിയൊരു മുറി മാത്രമേ ഉള്ളൂ. അതും കൈയെത്തിച്ചെടുത്താലെന്താ? ആവണിയുടെ ആ ചോദ്യം കൂടി കേട്ടപ്പോൾ അത്രയും നേരം അടക്കി പിടിച്ചിരുന്ന ചിരി വിനീതിൽ നിന്നും പൊട്ടി. അതുകൊണ്ടല്ല ആവണി, കുറേ നേരം ആവണി പോയിട്ട്. അപ്പം എന്തെടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ വിളിച്ചതാ. ലാപ്ടോപ്പൊന്നും എനിക്ക് ആവശ്യമില്ല. അവനതും പറഞ്ഞ് ലാപ്ടോപ്പ് നീക്കി വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ തമ്മിലൊരു നിമിഷത്തോളം ഇടഞ്ഞപ്പോൾ ആവണി പെട്ടെന്ന് തന്നെ കണ്ണുകൾ വെട്ടിച്ച് മാറ്റി. 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നു വിനീതേട്ടനിൽ എന്തോ ഒരു മാറ്റം. തൻ്റെ സ്റ്റാൻഡ് മുമ്പ് പലപ്പോഴും ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെയൊക്കെ വ്യക്തമാക്കിയിട്ടും ഇപ്പോൾ വിനീതേട്ടൻ പലതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന പോലെ. മുറിവൊക്കെ ഉണങ്ങിയിട്ട് ഇപ്പോഴും വയ്യാത്ത പോലെയാണ് ഇരിപ്പും നടപ്പുമില്ല. ലീവാണെങ്കിൽ 2 ആഴ്ചത്തേക്ക് കൂടെ എടുത്തിട്ടുമുണ്ട്. വിനീതേട്ടൻ എന്തെങ്കിലും മോഹം വളർത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. തനിക്കിനിയൊരു വിവാഹ ജീവിതം അതൊരിക്കലും സാധ്യമല്ല. ഇപ്പോഴെങ്കിലും താൻ തുറന്നു പറഞ്ഞേ പറ്റൂ. വിനീതേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ഉണി? വിനീത പ്രതീക്ഷയോടെ അവളെ നോക്കി. ഞാൻ നാളെ പോകാമെന്ന് വിചാരിക്കുക. വിനീതേട്ടൻ ഇപ്പോൾ സുഖമായല്ലോ, ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല. കൂടുതൽ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം വേണ്ടെന്ന് വെച്ച് ആവണി മുറിയിൽ നടക്കാൻ ഭാവിച്ചപ്പോൾ വിനീത അവളെ പിന്നിൽ നിന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. ആവണിയാണെങ്കിൽ അവനെന്താണ് പറയാൻ പോകുന്നതെന്ന മുൻധാരണയോടെ അതിന് മറുപടി കൊടുക്കാൻ പാതിന് തയ്യാറായി നിന്നു. ആവണി, നീ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ലീവ് നീട്ടിയെടുത്ത് തന്നെ നീ ഇവിടെ നിൽക്കുന്നിടത്തോളം നിന്റെ കൂടെ തന്നെ ചെലവഴിക്കാൻ വേണ്ടിയാ. നീ പലപ്പോഴും കളിയാക്കുമെങ്കിലും നിന്നെ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് വിളിക്കുന്നു, നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമാണ്. സത്യം പറഞ്ഞാൽ പണ്ട് നിന്നോട് എൻ്റെ പ്രണയം പറയുമ്പോൾ പോലും ഞാൻ ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടില്ല. ഇനി ഞാൻ കൂടുതൽ പറയണോ ആവണി? നിനക്ക് മനസ്സിലായില്ലേ? ഇനിയുള്ള കാലം നിനക്ക് എൻ്റെ കൂടെ കൂടാമോ? എൻ്റെ പ്രാണനായി നിന്നെ നോക്കിക്കൊള്ളാം ഞാൻ. അത് പറഞ്ഞു തീരുമ്പോൾ വിനീതിൻ്റെ കണ്ണുകൾ ആവണിയുടെ മുഖമാകെ ഓടി നടന്നു. ആവണിയാണെങ്കിൽ ഒരു അക്ഷരം പോലും തിരിച്ചു പറയാനാവാതെ നാവിറങ്ങി നിന്നു. വിനീതേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എന്നെ കൂടി ഇനി അതിനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പോവാ. കൂടുതലൊന്നും ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കരുത്. ആവണി നിൽക്ക്. തിരിഞ്ഞടക്കാൻ തുടങ്ങിയ ആവണിയുടെ കൈമുട്ടിൽ വിനീത് പിടിച്ചു നിർത്തി. അവൾ ഞെട്ടിയെന്നോണം തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ പതുക്കെ കൈകൾ വിട്ടു. സോറി, ഞാൻ പെട്ടെന്ന്. പണ്ട് എത്രയോ തവണ കൈകൾ കോർത്ത് നടന്നിട്ടുണ്ട്. സ്നേഹം ഒത്തിരി കൂടുമ്പോൾ പതിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. താനിപ്പോഴും ആ പഴയ കാലത്തിൽ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിലും ആവണി അവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വിനീത് ഒരു നിമിഷം മറന്നുപോയി. വിനീത് സോറി പറഞ്ഞു കേട്ടപ്പോൾ ആവണിക്കും ആകെ വല്ലാതെയായി. വിനീതിട്ട് എന്നോട് ഇങ്ങനെ സോറി ഒന്നും പറയില്ലേ, എനിക്ക് സങ്കടമാകും. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി എത്ര വിചാരിച്ചാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മുന്നോട്ടെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആവണി വിനീതിന്റെ വിരലുകളിൽ തന്റെ കൈകൾ കൊണ്ട് തെരിപ്പിടിച്ച് നിന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഒന്നും പറയണ്ടായിരുന്നു എന്ന് വിനീതിനപ്പോൾ തോന്നി. ആവണി പെട്ടെന്നൊന്നും വേണമെന്നല്ല ഞാൻ പറഞ്ഞു. പതുക്കെ, വളരെ പതുക്കെ. ആവണി ഇഷ്ടംപോലെ സമയം എടുത്തോളൂ. കാലം വായിക്കാത്ത മുറിവുകളൊന്നുമില്ല. എന്തെങ്കിലും എൻ്റെതാവുന്ന കാത്ത് ഞാൻ ഇരുന്നോളാം. നിറയാൻ തുടങ്ങിയ കണ്ണുകളെ തുടച്ചുകൊണ്ട് വിനീത് പറഞ്ഞു. വിനീതയുടെ സോറി, എനിക്കിനി പണ്ടത്തെ പോലെ ഒരിക്കലും വിനീതേട്ടനെ കാണാൻ കഴിയില്ല. എന്നെ കൂടെ കൂട്ടിയാൽ വിനീതേട്ടൻ്റെ ജീവിതം കൂടെ തൊലഞ്ഞു പോവുകയുള്ളൂ. ജനിച്ചു പോയതുകൊണ്ടും മരിക്കാൻ പേടിയായതുകൊണ്ടും ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും വിചാരിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കുന്നൊക്കെ ഓർത്ത് ശരിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ എന്നെ തന്നെയും കൊല്ലാൻ ആ ദുഷ്ടക്കൂട്ടങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. എനിക്കിപ്പോഴും
ഇപ്പോഴും അതൊന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. രാത്രിയായ കണ്ണടക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ ചെവിയിൽ വന്ന് അലയടിക്കും. പിന്നെ എനിക്കൊരു പോളെ കണ്ണടക്കാൻ സാധിക്കാറില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെടുക്കും. നമ്മളൊരിക്കൽ ബൈ പറഞ്ഞ് പിരിഞ്ഞവരല്ലേ. ആരുടെ തെറ്റുകൊണ്ടാണെങ്കിലും ഞാൻ ജീവിതത്തിൽ നിന്ന് കുറേയേറെ അതിന് ശേഷം പഠിച്ചു. എൻ്റെ ജീവിതം അതോടെ തീർന്നത് വിശ്വസിക്കുക. വിനീതേട്ടെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെടുത്ത് നന്നായിട്ട് ജീവിക്കണം. എനിക്കിനി ജീവിതത്തിൽ അല്പമെങ്കിലും സമാധാനവും സന്തോഷം കിട്ടണമെങ്കിൽ ആ ഒരു കാര്യത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആവണി അത്രയും പറഞ്ഞ് അവനെ നോക്കി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വിനീതാണെങ്കിൽ അവൾ പറഞ്ഞേക്കോർത്ത് ബെഡിൽ തലയിൽ കൈത്താങ്ങിയിരുന്നു. മുമ്പ് പലപ്പോഴും അവളോട് ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും പറ്റില്ലെന്ന് തന്നെയായിരുന്നു അവളുടെ മറുപടി. അവളെക്കുറിച്ച് എല്ലാം തനിക്ക് അറിയാവുന്നതാണ്. എന്നിട്ട് അവളുടെ അവസ്ഥ ഓർക്കാൻ താൻ പെരുമാറിയോന്നോർത്ത് വിനീത് വിഷമിച്ചു. ഇനി അവളെ കൂടുതൽ സമ്മർദ്ദത്തിൽപ്പെടുത്തേണ്ടെന്ന് അവൻ കരുതി. തന്റെ വസ്ത്രങ്ങളൊക്കെ ബാഗിലേക്ക് അടുക്കി വെക്കുകയായിരുന്നു ആവണി. വേഷമൊക്കെ മാറി മുറിയുടെ വാതിൽക്കൽ വിനീത് വന്നിരിക്കുന്ന കണ്ടപ്പോൾ ആവണി എന്താണെന്ന ഭാഗത്തിൽ അവനെ നോക്കി. ഞാൻ ലീവ് ക്യാൻസൽ ചെയ്തു. ആവണിക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഹസ്നയുടെ വീട്ടിലേക്ക് ഞാൻ വിട്ടുതരാം. അതിപ്പോൾ ഇന്ന് തന്നെ പോകണമെന്നില്ല. കാര്യം അവനോട് പോവാണെന്നൊക്കെ പറഞ്ഞെങ്കിലും 2 ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ മതി എന്നായിരുന്നു ആവണിക്ക്. എനിക്ക് വിഷമാവെന്ന് ഓർത്താണെങ്കിൽ വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആവണി ഇന്ന് തന്നെ പോയിക്കോ. നാളെ തൊട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഈ അവസ്ഥയോടൊന്ന് പൊരുത്തപ്പെടണ്ടേ? റെഡിയായി ഇറങ്ങി, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. പുഞ്ചിരിയോടാകും പറഞ്ഞ് വിനീത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആവണി കുറച്ചേരം അവിടെ തന്നെ ഇരുന്ന് പോയി. എന്തോ ഒരു ശൂന്യത അവളെ വന്ന് പൊതിഞ്ഞു. ജനലിലൂടെ പുറത്ത് നോക്കിയപ്പോൾ കണ്ടു കാറിൻ്റെ അരികിൽ മൊബൈൽ നോക്കി തന്നെയും കാത്തു നിൽക്കുന്ന വിനീതിനെ. പിന്നെ ചെയ്തെല്ലാം യാന്ത്രികമായിരുന്നു. തന്റെ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ച് തന്നെ ഇട്ടിരുന്ന വസ്ത്രം മാറ്റി വേറൊന്ന് ധരിച്ച് ആവണി പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിലേക്ക് കയറി. പോകുന്ന വഴി ഒരു ബാക്കിൽ കയറി വിനീതത്തേക്കോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നു. ഹസ്നയുടെ വീടെത്തിയപ്പോൾ കയ്യിലുള്ള 2 കവറുകൾ അവൾ വിനീത ഏൽപ്പിച്ചു. ഒന്ന് ആവണിക്കും ഒന്ന് ഹസ്നയുടെ വീട്ടിലേക്കുമായിരുന്നു. ആവണി, താങ്ക്സ്. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന നേരം വിനീത് പറഞ്ഞു. എന്തിനാണെന്ന് മനസ്സിലാവാതെ അവൾ നോക്കിയപ്പോൾ അവൻ വെറുതെ കണ്ണുകളടച്ച് കാണിച്ചു. ഇത്രയും ദിവസം എന്നെ നന്നായി കെയർ ചെയ്തില്ലേ, അതിന്. പിന്നെയുണ്ടല്ലോ, എപ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റി വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അവന്റെ പറച്ചിലും പുഞ്ചിരിയൊക്കെ കണ്ടപ്പോൾ അത്രയും നേരം മുറുകിയുന്ന തന്റെ മനസ്സിനാൽ പായവ് എന്ന പോലെ ആവണിക്ക് തോന്നി. അവളും അറിയാതെ അവനോടൊന്ന് പുഞ്ചിരിച്ചു. കാലം വായിക്കാതെ മുറിവുകളില്ലല്ലോ എന്ന് വിനീത് പറഞ്ഞോർത്ത് അവൾ അവൻ പോകുന്നത് നോക്കി അവിടെ തന്നെ നിന്നു. രേണുകയുടെ ദേഹം തുടപ്പിച്ച് മരുന്നുകളും കൊടുത്ത് നന്നായി ദേഹം പുതപ്പിച്ച് കിടത്തി മേഘ. ഓരോന്ന് ചെയ്തു കൊടുക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് രേണുകയുടെ മുഖത്ത് നോക്കുമ്പോൾ മേഘക്ക് വല്ലാത്ത വിഷമം തോന്നി. കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചലിക്കുന്നു. കണ്ണീരൊഴുകി ഇറങ്ങുന്നുണ്ട്. എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ. അമ്മ സങ്കടപ്പെടണ്ട, സമാധാനം കിടക്ക്, എല്ലാം ശരിയാവും. രേണുകയുടെ തലയിലും തലോടി തുടപ്പിച്ച തുണികളും മറ്റു പാത്രങ്ങളൊക്കെയായി മേഘ പുറത്തേക്ക് ഇറങ്ങി. വീടിന് മുൻവശത്ത് സിദ്ധാർത്ഥ് ഫോൺ ചെയ്യുന്ന അവൾ കാണുന്നുണ്ടായിരുന്നു. കുറെ നേരമായി ശബ്ദമുയർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ മേഘ അങ്ങോട്ടേക്ക് ചെന്നു. മേഘ ചെല്ലുമ്പോഴേക്കും ഫോൺ സംഭാഷണം അവസാനിച്ചിരുന്നു. അരമതിലിൽ കൈകുത്തി ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. മേഘ അവന്റെ തോളിൽ കൈവച്ചു. എന്താ സിദ്ധേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് മേഘ കമ്പനിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. വർക്കൊക്കെ ടൈറ്റായി കിടക്കായിരുന്നല്ലോ. ലീവ് അധികം നീട്ടിയെടുക്കാനും പറ്റില്ല. മിക്കവാറും എനിക്ക് അങ്ങോട്ട് പോവേണ്ടി വരും. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയാതെ മേഘ നിന്നു. സിദ്ധേട്ടാ, ജോലിയുടെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. സിദ്ധേട്ടൻ ഒരു കാര്യം ചെയ്യും, ചെന്നൈക്ക് തിരിച്ചു വയ്ക്കോ. ജോലിയുടെ കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാക്കണ്ട. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ടല്ലോ. അപ്പൊ നീയോ? ഞാനിവിടെ നിന്നോളാം. സിദ്ധേട്ടൻ വർക്കൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് തിരിച്ചു വന്നാൽ മതി. ഏയ്, അതൊന്നും ശരിയാവില്ല. നിന്നോട് തനിച്ചാക്കിയിട്ട് ഞാനെങ്ങനെ അങ്ങോട്ട് പോകും? നീ എൻ്റെ കൂടെ വരണം. ഓവർ ടൈമൊക്കെ എടുത്തിട്ട് ഞാൻ വർക്ക് പെട്ടെന്ന് തീർത്തോളാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാം. സിദ്ധാർത്ഥ് മേഘ കൂടെയില്ലാതെ പോയില്ലെന്ന തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. സിദ്ധുവേട്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ടാളും കൂടെ അവിടെ പോയി നിൽക്കുന്നത് ശരിയാണോ? സിദ്ധുവേട്ടൻ പിന്നെ ജോലിയുടെ കാര്യത്തിനെ പോയി എന്ന് പറയാം. പക്ഷെ ഞാനും ഇവിടെ സഹായത്തിന് കൂടെ പറ്റിയ ഒരാളെ കിട്ടിയിട്ടില്ല. സിദ്ധുവേട്ടൻ പോയിട്ട് പോയോ? എനിക്കെന്നാലും അമ്മ ഈ അവസ്ഥയിൽ ഇവിടെ തനിച്ചാക്കിയിട്ട് വരാൻ പറ്റില്ല. മേഘ, നീ ഇവിടെ തനിച്ച് നമുക്ക് സങ്കടാവുകയുള്ളൂ. നിനക്ക് ഓർമ്മയില്ലേ, നിന്നെ അമ്മ എൻ്റെ കൂടെ നിർബന്ധിച്ച് പറഞ്ഞേച്ച്. അമ്മയ്ക്ക് എന്തൊക്കെയോ പേടിയുണ്ട്, എനിക്കും ചില സംശയങ്ങളുണ്ട്. വരട്ടെ, അതിനൊക്കെ ഒരു അറുതി വരുത്തണം. അതൊക്കെ പോയി വന്നിട്ട് ഇപ്പം എന്തായാലും നീ എൻ്റെ കൂടെ വായോ. മാക്സിമം 2 ആഴ്ച. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. മേഘ എന്തൊക്കെ പറഞ്ഞിട്ട് അവളെ കൂടെ കൊണ്ടുപോകുന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു സിദ്ധാർത്ഥ്. പക്ഷേ മേഘയാണെങ്കിൽ അവൻ്റെ കൂടെ പോകാൻ സമ്മതിക്കുന്നില്ല. കാര്യം അറിഞ്ഞ പരമേശ്വരൻ മേഘയോട് പറഞ്ഞു അവൻ്റെ കൂടെ തന്നെ തിരിച്ചു പോയിക്കോളാൻ. കാരണം രേണുക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥിനെയും മേഘയും കുറച്ച് നാളത്തേക്കെങ്കിലും നാട്ടിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന്. കുടുംബത്തിൽ പലപ്പോഴും അനർത്ഥങ്ങൾ കണ്ടുവരുമ്പോൾ പ്രശ്നം വെച്ച് നോക്കിയ പണിക്കരും പറഞ്ഞിട്ടുണ്ട് മേഘയ്ക്ക് സിദ്ധാർത്ഥിന്റെ ജാതകത്തിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന്. ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. നാട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് ഈ അവസ്ഥയിൽ രേണുകയെ തനിച്ചിട്ട് പോവാൻ മേഘയ്ക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അവസാനം അവളുടെ നിർബന്ധത്തിന് വഴങ്ങി 1 ആഴ്ചയോ 1.5 ആഴ്ചയോ എടുത്ത് വർക്ക് മുഴുവൻ തീർത്തിട്ട് ചെന്നൈയിൽ പോയി തിരിച്ചു വരാമെന്ന് സിദ്ധാർത്ഥ് തീരുമാനിച്ചു. പിറ്റേന്ന് വർക്കിംഗ് ഡേ അല്ല, അത് കഴിഞ്ഞ് ഞായർ. തിങ്കളാഴ്ച രാവിലെ തന്നെ ചെന്നൈക്ക് പോകാൻ എഴുതി സിദ്ധാർത്ഥ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചു. സിദ്ധാർത്ഥ് പോകുന്നതിന് മുമ്പായി വിനീത് ഒരിക്കൽ കൂടി തറവാട് വീടും പരിസരമൊക്കെ ഒന്ന് വന്നു നോക്കി. പ്രത്യേകിച്ച് തുമ്പൊന്നും കിട്ടാതെ നിരാശനായിട്ടാണ് അവൻ മടങ്ങിയത്. പക്ഷെ അവൻ വൈദ്യയുടെ വീടിന് നേർക്ക് നോക്കിയോ അവരെ യാതൊരു സംശയം തോന്നുകയോ ചെയ്തില്ല.
അങ്ങോട്ടേക്ക് ചിന്ത പോകുമ്പോൾ തന്നെ എന്തോന്ന് തന്റെ ഉള്ളിലൊരു പുകമറ സൃഷ്ടിക്കുന്ന പോലെ അവന് തോന്നി. സിദ്ധാർത്ഥ് ചെന്നൈക്ക് പോകുന്ന കാര്യം അമ്മമ്മ വഴി വൈദേഹി അറിഞ്ഞു. താ വിചാരിച്ച കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് നടന്നു കിട്ടുന്നതിൽ അവൾ ബലിരൂപിക്ക് നന്ദി പറഞ്ഞു. വൈദേഹി, അവൻ നാളെ കഴിഞ്ഞു പോകും. ഇനി എന്താ നിന്റെ പരിപാടി? ഞാൻ ഇന്ന് പുഴക്കക്കരയുള്ള നമ്മുടെ തറവാട്ട് വീട്ടിലേക്ക് പോകും. പ്രത്യേക പൂജയുണ്ട് രാത്രിയിൽ. സിദ്ധാർത്ഥ് പോകുന്ന കാര്യം അറിഞ്ഞപ്പോൾ ഭൈരവൻ വൈദേഹിയോട് ചോദിച്ചു. ഞാൻ ആലോചിക്കുന്നുണ്ട് അച്ഛാ, എന്ത് വേണമെന്ന്. അവൻ പോയാൽ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരുന്ന അമ്മമ്മ പറഞ്ഞു. അതിനുള്ളിൽ നമ്മളെല്ലാം ചെയ്ത് തീർക്കേണ്ടി വരും. അതിനായി ജീവന്റെ സഹായം ആവശ്യമുണ്ട്. അവന് ഞാൻ ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കും. എങ്ങനെയെങ്കിലും അവൻ ഇങ്ങോട്ടേക്ക് വരുത്തണം. ജീവൻ ഇങ്ങോട്ടേക്ക് തന്നെ വരണം. എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.